ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് അനുസരണക്കേടിന്റെ ഫലം. മുറ്റത്തെ മാവിൻ കൊമ്പിലാണ് കുഞ്ഞിത്തത്തയുടെ താമസം. ചുവന്ന കൊക്കും പച്ച ഉടുപ്പും വിട്ടു നിൽക്കുമ്പോൾ അവൻ നല്ല ഭംഗിയാ. അടുത്തുള്ള മരത്തിലേക്ക് പറക്കാൻ അവൾക്ക് വലിയ താല്പര്യമാ. പറഞ്ഞിട്ടുണ്ട്, ചിറക് പൂർണ്ണമായി വളർന്നിട്ടില്ല. എങ്ങും രാവിലെ അമ്മ തത്ത കുഞ്ഞിത്തത്തയെ കൂട്ടിൽ തനിച്ചാക്കി ചീത്തനടി പോകുമ്പോൾ കുഞ്ഞിത്തത്തയെ ഓർമ്മിക്കും. മോളെ, പുറത്തേക്കും ഒന്നും പോകരുത്, ചുറ്റും ശത്രുക്കളാ. കുഞ്ഞിത്തത്ത തലയാട്ടും. ഒരു ദിവസം അമ്മ തത്ത പോയ തക്ക നോക്കി കുഞ്ഞിത്തത്ത മുറ്റത്തേക്ക് ഇറങ്ങി. ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കുഞ്ഞിത്തത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഗമയോടെ നടന്നു. ഇതൊക്കെ പാണ്ഡപൂജ കാണുണ്ടായിരുന്നു. കുറെ ദിവസമായി മരക്കൊമ്പത്ത് കുഞ്ഞിത്തത്തയെ കാണുന്നു. ഇതാ നേരം മുമ്പ്, ഇനി ഓരോന്നായിട്ട് വൈകിച്ചു കൂടാ. പാണ്ഡൻ വിചാരിച്ചു. ഇതൊക്കെ അറിയുന്നുണ്ടോ കുഞ്ഞിത്തത്ത? അവൾ മുറ്റത്തെ അരിമണികൾ കൊത്തി തിന്നു രസിച്ചു. പെട്ടെന്ന് പാണ്ഡപൂച്ച കുഞ്ഞിത്തത്തയുടെ മേൽച്ചാടി വീണു. കുഞ്ഞിത്തത്ത കയ്യിൽ കിട്ടിയ പാണ്ഡൻ സന്തോഷിച്ചു. കുഞ്ഞിത്തത്ത പേടിച്ച് നിലവിളിച്ചു. കുഞ്ഞിത്തത്തയുടെ നിലവിളി കേട്ട് ദൂരെ അമ്മ തത്ത പാറി വന്നു പാണ്ഡന്റെ കണ്ണിലേക്ക് ആനട് കുത്തി. പാണ്ഡൻ വേദന കൊണ്ട് കുഞ്ഞിത്തത്തയുടെ ഇട്ട് ഓടിപ്പോയി. കുഞ്ഞിത്തത്ത അമ്മയുടെ അരികിൽ ചെന്ന് പറഞ്ഞു, അമ്മ തക്ക സമയത്ത് വന്നില്ലെങ്കിൽ ആ പാണ്ഡപൂച്ച എന്നെ തിന്നേനി. ഇനി അമ്മ പറയുന്നത് മുഴുവൻ അനുസരിക്കും. അന്ന് മുതൽ കുഞ്ഞിത്തത്ത അമ്മ പറയുന്നത് മുഴുവൻ അനുസരിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കണം. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു കാര്യം ഞാനിവിടെ നിർത്തുന്നു.